ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി 15 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, പിന്നെ ഫ്ലാറ്റ് ആയിട്ട് സൈഡ് വേസിലേക്കാണ് പോയത്. സോ ഇനി എങ്ങനെ അപ് ട്രെൻഡ് ആകുമോ എന്നുള്ളത് കുറച്ച് ഡൗട്ടാണ്. ഇനി അടുത്ത ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ സൈഡ് വേസിലാണ്. വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നില്ല, ബട്ട് നമുക്ക് ഒത്തിരി ട്രേഡ് കിട്ടിയായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഇൻഡെക്സസ് മൂവ്മെൻറ്റ്. അപ്പോൾ സെൻസസ് എത്ര ക്ലോസ് ആയി നോക്കാം. സെൻസസ് 230 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. നിഫ്റ്റി 21,450. മെറ്റൽ പവർ സ്റ്റോക്കുകൾ നല്ല ഗെയിൻ ചെയ്തു. IT സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 0.7% ഉയർന്നു. അതുപോലെ സ്മോൾ ക്യാപ്പ് 0.5% ഗെയിൻ ചെയ്തു. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ദിവീസ് ലാബും ബിഗ്ഗസ്റ്റ് ലൂസർ അത് ബജാജ് ഫിനാൻസ്. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി എനർജി സെക്ടറുമാകുന്നു. സോ ഇന്ന് എടുത്ത് പറയേണ്ടത് ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ട് ബേസ്ഡ് ഓൺ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ 6 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തു. അതിൽ 5 ഇന്ന് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. ആ വീഡിയോ കേട്ടവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും ഇന്ന്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ് ഗെയിൽ. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആ സ്റ്റോക്ക് പറഞ്ഞാണ്. ആ സ്റ്റോക്ക് ഇന്ന് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 1.465%. അതുപോലെ NLC ഇന്ന് നല്ല ടോപ്പ് ഗെയിനർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഏകദേശം 11.5% പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ദെൻ ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചവർ കമൻസിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ദെൻ ലോറസ് ലാബ് പറഞ്ഞുകൊണ്ട് 5.04%. അതുപോലെ വിപ്രോയും ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ലോയിൽ നിന്നും 6% ഉയർന്നു. ഇന്നിപ്പോൾ 1.61 ആയാലും ഫ്രം ദി ലോ നല്ല ഒരു പെർസെൻറ്റേജ് തന്നെയാണ്. പിന്നെ അതുപോലെ ചേമ്പർ ഫെർട്ടിലൈസേഴ്സ്. ഈ 5 സ്റ്റോക്കുകളും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ സ്റ്റോക്കുകളാണ്. ഓക്കെ, പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് പറഞ്ഞതാണ്. അതെല്ലാം തന്നെ ഇന്ന് നല്ല പ്രോഫിറ്റിൽ കയറിയിട്ടുമുണ്ട്. 3.15% അപ്പോൾ ഇതിൽ വരാത്ത ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JB കെമിക്കലാണ്. അതും തന്നെ ഉടനെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു വീക്കിൽ തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകൾ പലതും വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നില്ല. അത് ലാസ്റ്റ് ട്യൂസ്ഡേ, കാരണം ഇപ്പോൾ നിഫ്റ്റി സൈഡ് വേസിൽ പോകുന്നതുകൊണ്ട് വലിയ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ല. ബട്ട് ആ സ്റ്റോക്കിലൊന്നും നിങ്ങൾ എക്സിറ്റ് ആവേണ്ട, ഹോൾഡ് ചെയ്യുക. അത് ബ്രേക്ക്ഔട്ട് തരും. നമുക്ക് 2 weeks to 1 month ആണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിം. സോ അത് വെയിറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ഡെൽറ്റ കോർപ്പ്. അപ്പോൾ ഡെൽറ്റ കോർപ്പ് ഇന്ന് ട്രേഡൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. ബട്ട് എന്നാലും 158 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 160, 180 ആ ഒരു റേഞ്ചിലേക്ക് 200 വരെയൊക്കെ പോകാൻ സാധ്യതയാണ്. ദെൻ അവന്തി ഫീഡും ഇന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല. ഓക്കെ, എല്ലാം സൈഡ് വേസ് ആയിരുന്നു. അതുപോലെ ശില്പ മെഡിക്കെയറും ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ദെൻ ഓറോബിൻഡോ ഫാർമയാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരിതം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1047 ബ്രേക്ക് ചെയ്താൽ 1100 വരെ പോകും എന്ന് പറഞ്ഞു. അതിപ്പോൾ 1064, 100 പോയിട്ട് 1064 വന്നിട്ടുണ്ട്. 1300 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ ഇമാമി ലിമിറ്റഡ്. എന്നാലും മിക്ക സ്റ്റോക്കുകളും സൈഡ് വേസ് ആയതുകൊണ്ട് വലിയ ട്രേഡൊന്നും വന്നിട്ടില്ല. ഇമാമിയും അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ടാർഗറ്റ് തന്നെയാണ്. കാരണം സൈഡ് വേസിൽ പോയതുകൊണ്ട് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഈ സ്റ്റോക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള 6 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ വീണ്ടും പറയുന്നു. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് IFB ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്കാണ്. 934 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 957 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1100 വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. സോ 15% വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ലൈഫ് സയൻസസ്. സോ 908 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്.
11% വരെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. നല്ല ഡിമാൻഡ് ഉണ്ട് ഈ ഒരു സ്റ്റോക്ക്, അതുകൊണ്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് PCBL. PCBL ട്രെൻഡ് ലൈനും ഫ്ലാഗ് പാറ്റേൺ എല്ലാം ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് PCBL 256 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 258 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 350 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 100 പോയിന്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. സോ 35 to 36% വരെയൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. PCBL കെമിക്കൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ സ്റ്റാർ ഹെൽത്ത്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലീഡ് ഇൻഷുറൻസ് പണ്ട് നമ്മൾ ഒത്തിരി സ്റ്റോക്കിൽ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. കാരണം ഇപ്പോൾ നിഫ്റ്റി സൈഡ് വേസിൽ പോകുന്നുണ്ട്. വളരെ ഉറപ്പായിട്ടുള്ള സ്റ്റോക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു 6 സ്റ്റോക്കുകളിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നോ അതനുസരിച്ച് ഉറപ്പായിട്ടും ബ്രേക്കൗട്ട് തരും എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. സോ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലീഡ് ഇൻഷുറൻസ് കമ്പനി 534 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 550 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 680 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 25% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹണിവെൽ ഓട്ടോമേഷൻ. ഹണിവെൽ ഓട്ടോമേഷൻ്റെ 2 ടാർഗറ്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 35,736 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ബട്ട് ഒരു പ്രൈസി സ്റ്റോക്കാണ്. എന്നാൽ കൂടിയും 35,820 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 37,000 പോകും. 37,000 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 41,000, 45,000 വരെ പോകും. സോ 3%, 15% to 26% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഹണിവെൽ ഓട്ടോമേഷൻ. ഇലക്ട്രോണിക് സെക്ടറിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. നല്ല ഒരു ഗ്രോയിങ് ആണ്. സോ നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. FI ഹോൾഡിങ്സ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. സോ 2 ടാർഗറ്റാണ്, 37,000, 41,000. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ക്ലീൻ സയൻസ്. സോ ക്ലീൻ സയൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ക്ലീൻ സയൻസ് 1900 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, 1900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2000 വരെ പോകാൻ സാധ്യത. ഏകദേശം ഒരു 500% വരെ റിട്ടേൺസ് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഏകദേശം 30% റിട്ടേൺസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലീൻ സയൻസ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 6 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് നിങ്ങൾക്ക് ഐഡിയയിലുണ്ടെങ്കിൽ അത് മറക്കാതെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ ഇതല്ലാതെ ICICI സെക്യൂരിറ്റീസ് ചില സ്റ്റോക്കുകൾ 2024 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.